നമസ്കാരം, ലേണിംഗ് താലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 9ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പുൽ ബനി थी माम എന്ന കവിതയുമായിട്ടാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഹിന്ദിയിലെ പ്രശസ്ത കവിയായിട്ടുള്ള നരേന്ദ്ര പുണ്ടരീകാണ്. ഒരു അമ്മയുടെയും മക്കളുടെയും ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഈ കവിത പഴയ തലമുറയോടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മുഖം തിരിക്കുന്ന പുതിയ തലമുറയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യമായി നമുക്ക് കവിയെ പരിചയപ്പെടാം. പേര് नरेंद्र पुंडरीक. 15 जनवरी 1958 को उत्तर प्रदेश के बांदा में जन्म. 1958 ജനുവരി 15-ാം തീയതി ഉത്തർപ്രദേശിലെ ബാന്തയിലാണ് നരേന്ദ്ര പുണ്ടരീക് ജനിക്കുന്നത്. സമകാലീൻ ഹിന്ദി കവിത के महत्वपूर्ण कवियों में से एक. സമകാലിക ഹിന്ദി കവിതയിലെ പ്രധാനപ്പെട്ട കവികളിൽ ഒരാളാണ് ഇദ്ദേഹം. ആലോചന एवं संपादन के क्षेत्र में सक्रिय. വിമർശനം, എഡിറ്റിംഗ് ഈ രണ്ട് മേഖലകളിലും അദ്ദേഹം സജീവമായിരുന്നു. ശ്രീ നരേന്ദ്ര പുണ്ടരീകിന്റെ പ്രമുഖ കവിതാ സങ്കലൻ പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങൾ നംഗേ പാവ് കാ രാസ്ത, സാത്തോ ആകാശോं की लाडली, ഇനിയും देखने दो इतनी सी दुनिया, इस पृथ्वी की विराटता में ഇവയാണ്. പുൽ ബനി थी माम. അമ്മ ഒരു പാലമായിരുന്നു. हम भाइयों के बीच पुल बनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरीलाल बत्ती के हम लोगों की छुक छुक छक छक. हम ഭായിയോ കെ ബീച്ച്. ഭായ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹോദരൻ. ബീച്ച് ഇടയിൽ. ഹം ഭായിയോ കെ ബീച്ച് ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ. പുൽ ബനി തീ മാ അമ്മ ഒരു പാലമായിരുന്നു. ജിസ്മേ ആയ ദിൻ, ദിൻ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളാണ്. ജിസ്മേ ആയ ദിൻ ആ പാലമുണ്ടായിരുന്ന ദിവസങ്ങളിൽ. ദൗഡ്തി രഹ്തി തീ ഓടിക്കൊണ്ടേയിരുന്നു. എങ്ങനെ? ബേധടക് തടസ്സങ്ങളൊന്നുമില്ലാതെ. എന്തിന്റെ തടസ്സങ്ങളൊന്നുമില്ലാതെ? നമുക്ക് നോക്കാം. ബിനാ കിസി ഹരി ലാൽ ബത്തിക്ക് ചുവപ്പും മഞ്ഞയും സിഗ്നൽ ലൈറ്റുകളുടെ തടസ്സങ്ങളൊന്നുമില്ലാതെ. ഹം ലോഗോ കി ഞങ്ങളുടെ ചുക് ചുക് ചക് ചക്. ഈ ചുക് ചുക് ചക് ചക് എന്നുള്ളത് എന്തിന്റെ ശബ്ദമാണ്? അതെ, തീവണ്ടിയുടെ ശബ്ദമാണ്. അപ്പോൾ ഹം ലോഗോ കി ചുക് ചുക് ചക് ചക് ഞങ്ങളുടെ തീവണ്ടി. ഈ സ്റ്റാൻസയിൽ കവി തന്റെ അമ്മയെ ഒരു പാലമായും മക്കളുടെ ജീവിതത്തിനെ അതിലൂടെ കടന്നു പോകുന്ന ഒരു തീവണ്ടിയായും ചിത്രീകരിച്ചിരിക്കുന്നു. പാലം രണ്ട് കരകളെ തമ്മിൽ യോജിപ്പിക്കുന്നത് പോലെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമായിരുന്നു അമ്മ. കവിതയിൽ പറയുന്നുണ്ട്, ആ പാലമുണ്ടായിരുന്ന ദിവസങ്ങളിൽ, അതായത് അമ്മയുണ്ടായിരുന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ അമ്മ ആരോഗ്യവതിയായിരുന്ന ദിവസങ്ങളിൽ മക്കളുടെ ജീവിതമാകുന്ന തീവണ്ടി സിഗ്നൽ ലൈറ്റുകളുടെ തടസ്സങ്ങളൊന്നുമില്ലാതെ ഓടിക്കൊണ്ടേയിരുന്നു. അതായത് മക്കൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അറിയിക്കാതെയാണ് അമ്മ അവരെ സംരക്ഷിച്ചിരുന്നത്. पिता के बाद हम भाइयों के बीच पुल बनी माँ, अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बुढ़ा रही है माँ. പിതാ കെ ബാദ് അച്ഛന് ശേഷം, അല്ലെങ്കിൽ അച്ഛൻ്റെ കാലശേഷം, ഹം ഭായിയോ കെ ബീച്ച് ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ, പുൽ ബനി മാ അമ്മ ഒരു പാലമായി മാറി. അച്ചാനക് നെഹി ടൂട്ടി അച്ചാനക് പെട്ടെന്ന്, നെഹി ടൂട്ടി തകർന്നില്ല, അമ്മയാകുന്ന പാലം പെട്ടെന്ന് തകർന്നില്ല. ധീരെ ധീരെ ടൂട്ടി രഹി പതുക്കെ പതുക്കെ തകരാൻ തുടങ്ങി. ഹം ദേഖ്തേ രഹെ ഞങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു. ഓർ ഹം മാൻതേ രഹെ ഞങ്ങൾ അംഗീകരിച്ചു കൊണ്ടേയിരുന്നു. കി ബുഡാ രഹി ഹേമ അമ്മയ്ക്ക് വയസ്സായിക്കൊണ്ടിരിക്കുന്നു. ഈ സ്റ്റാൻസയുടെ അർത്ഥം നോക്കാം. അച്ഛൻ്റെ കാലശേഷം അമ്മ ഒരു പാലമായിരുന്നു. അതായത് അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയായിരുന്നു മക്കളെ സംരക്ഷിച്ചിരുന്നത്. അമ്മയാകുന്ന പാലം പെട്ടെന്ന് തകർന്നില്ല, പതുക്കെ പതുക്കെ തകർന്നു എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പതുക്കെ പതുക്കെ വയസ്സാവാൻ തുടങ്ങി. അമ്മ ശാരീരികമായും മാനസികമായും ദുർബലയായി കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം മക്കൾക്ക് പതുക്കെ പതുക്കെ മനസ്സിലാവാൻ തുടങ്ങി. माम के बार बार कहने को हम मानकर चलते रहे, उसके बूढ़े होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ. മാം കെ ബാർ ബാർ കഹനേക്കോ അമ്മയുടെ വീണ്ടും വീണ്ടുമുള്ള പറച്ചിലിനെ, ബാർ ബാർ വീണ്ടും വീണ്ടും, ഹം മാൻകർ ചൽത്തേ രഹെ ഞങ്ങൾ അംഗീകരിച്ചു കൊണ്ടേയിരുന്നു.
उसके बूढ़े होने की आदत ആദത്ത് പറഞ്ഞ ശീലമാണ് അവരുടെ വയസ്സായ ശീലങ്ങളിലും और अपने हर आवाज में അവരുടെ ഓരോ ശബ്ദങ്ങളിലും ആവാസ് ശബ്ദം ധീരെ ധീരെ ടൂട്ട്തി രഹീമ അമ്മ പതുക്കെ പതുക്കെ തകരാൻ തുടങ്ങി. ഈ സ്റ്റാൻസയിൽ പറയുന്നത് ഒരേ കാര്യം തന്നെ അമ്മ വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി. ഇത് വാർദ്ധക്യത്തിന്റെ ലക്ഷണമായി കണ്ട് മക്കൾ മുന്നോട്ട് പോയി. അമ്മയുടെ ശബ്ദം ദുർബലമായിക്കൊണ്ടിരുന്നു. മാനസികമായും ശാരീരികമായും അമ്മ ബലഹീനയായിക്കൊണ്ടിരുന്നു. അടുത്ത സ്റ്റാൻസ് നോക്കാം. हाथों में हाथ रहती माँ एक दिन हमारे कंधों में आ गई. धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माम का भारी होना. हाथों में हाथ रहती माँ ഞങ്ങളെ കൈ പിടിച്ച് നടത്തിച്ചിരുന്ന ആ അമ്മ एक दिन हमारे कंधों में आ गई. एक दिन ഒരു ദിവസം हमारे ഞങ്ങളുടെ कंधों में आ गई തോളുകളിൽ വന്നു. കന്ധോമയാന അല്ലെങ്കിൽ തോളുകളിൽ വരിക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അമ്മയുടെ സംരക്ഷണ ചുമതല മക്കൾക്ക് വന്നു. ധീരെ ധീരെ പതുക്കെ പതുക്കെ മെഹസൂസ് കർണേ ലഗേ ഹം ഞങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അപ്നെ വൃഷഭ് കന്ധോമെ ഞങ്ങളുടെ ശക്തമായ തോളുകളിൽ മാം കാ ബാരി ഹോന അമ്മയുടെ ഭാരം. അതായത് കുട്ടികളെ സ്നേഹിച്ചും സംരക്ഷിച്ചും വളർത്തിയ ആ അമ്മ വയസ്സായപ്പോൾ മക്കളുടെ ആശ്രിതയായി മാറി. അതോടെ അമ്മ ഒരു ഭാരമാണെന്ന് മക്കൾക്ക് തോന്നാൻ തുടങ്ങി. ജബ് തക് ജീവിത് രഹി മാ ഹം ബദൽത്തെ രഹെ അപ്നെ കന്ധെ മാം ആഖിർ മാഹി തോ ഹൈ. बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ और माम के कंधों से उतरते ही उतर गए हमारे कंधे. जब तक जीवित रही माँ അമ്മ ജീവിച്ചിരുന്ന കാലം വരെ ഹം ബദൽത്തെ രഹെ അപ്നെ കന്ധെ ഞങ്ങൾ ഞങ്ങളുടെ തോളുകൾ മാറ്റിക്കൊണ്ടേയിരുന്നു. കന്ധ ബദൽന തോളുകൾ മാറ്റുക എന്ന് പറഞ്ഞാൽ സംരക്ഷണ ചുമതലകൾ മാറി മാറി ഏറ്റെടുക്കുക എന്നാണ്. അതായത് അമ്മ ജീവിച്ചിരുന്ന കാലം വരെ മക്കൾ അമ്മയുടെ സംരക്ഷണ ചുമതലകൾ മാറി മാറി ഏറ്റെടുക്കാൻ തുടങ്ങി. മാ മാഖിർ മാഹിത്തോ ഹെ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാണല്ലോ. അതായത് അമ്മയ്ക്ക് പകരമായി മറ്റൊരാളില്ല. ബാർ ബാർ ഹമേ കന്ധേ ബദൽത്തേ ദേഖ് വീണ്ടും വീണ്ടും ഞങ്ങൾ തോളുകൾ മാറ്റുന്നത് കണ്ടപ്പോൾ, അതായത് സംരക്ഷണ ചുമതലകൾ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ ഹമാരെ കന്ധോസെ ഉത്തർ ഗെയ്മ ഞങ്ങളുടെ തോളുകളിൽ നിന്ന് അമ്മ ഇറങ്ങിപ്പോയി. കന്ധേസെ ഉത്തർന തോളുകളിൽ നിന്ന് ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? മരിച്ചു പോവുക എന്നാണ്. അതായത് അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. മാമക്കെ കന്ധോസെ ഉത്തർത്തേഹി അമ്മ തോളുകളിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഉത്തർ ഗയെ ഹമാരെ കന്ധേ ഞങ്ങളുടെ തോളുകളും ഇറങ്ങിപ്പോയി. കന്ധ ഉത്തർന തോളുകൾ ഇറങ്ങുക എന്നുള്ളത് മറ്റൊരു പ്രയോഗമാണ്. അതിനർത്ഥം ആശ്രയമില്ലാത്തവരായി എന്നാണ്. അതായത് അമ്മയുടെ മരണശേഷം മക്കൾ ആശ്രയമില്ലാത്തവരായി. വാർദ്ധക്യം ബാധിച്ചപ്പോൾ അമ്മ മക്കൾക്ക് ഒരു ബാധ്യതയായി മാറി. അതുകൊണ്ട് മക്കൾ അമ്മയുടെ സംരക്ഷണ ചുമതലകളെ മാറി മാറി ഏറ്റെടുക്കാൻ തുടങ്ങി. തന്നെ സംരക്ഷിക്കാൻ മക്കൾ ബുദ്ധിമുട്ടുന്നത് കണ്ട അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. അമ്മയെ നഷ്ടപ്പെട്ടപ്പോഴാണ് മക്കൾക്ക് അമ്മയുടെ മൂല്യം മനസ്സിലാവുന്നത്. കുട്ടികൾക്കെല്ലാം കവിത മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കവിതയാണ്. മുഹാവരകൾ ചോദിക്കാറുണ്ട് അതിൽ നിന്ന്. അതുപോലെ തന്നെ ആസ്വദനിപ്പിന് ചോദിക്കാം, അല്ലെങ്കിൽ വരികൾ തന്നിട്ട് അതിന്റെ ആശയം ചോദിക്കാം. അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം.